Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. സോ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് പാർട്ട് 2. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പോകുന്നത്. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇൻകം ടാക്സ് നമ്മൾ 3rd സെമസ്റ്ററിൽ പഠിച്ചിട്ടാണ്, വലിയൊരു പേപ്പറായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് 4th സെമസ്റ്ററിൽ പഠിക്കാനുള്ള. അസസ്മെൻ്റ് ആണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. നമ്മൾ 3rd സെമസ്റ്ററിൽ പഠിച്ച് അവസാനിപ്പിച്ചത് അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസും അസസ്മെൻറ്റ് ഓഫ് HUF ആണ്. ദെൻ അതിൻ്റെ കണ്ടിന്യൂഷനിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ പേഴ്സണിൽ നെക്സ്റ്റ് അസസ്മെൻറ്റ് ഓഫ് ഫേംസ്, ഫേമിനെ പറ്റിയിട്ട്, പിന്നെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ കമ്പനി, ഇങ്ങനെ മറ്റ് പേഴ്സൺസിൻ്റെ അസസ്മെൻ്റാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടോപ്പിക്കുകളുടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്റർ വരുന്നതാണ് അസസ്മെൻറ്റ് ഓഫ് ഫേം. ദെൻ രണ്ടാമത് അസസ്മെൻറ്റ് ഓഫ് AOP അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. മൂന്നാമത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നാലാമത് അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റ്. ദെൻ നമ്പർ 5 ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ്. ദെൻ പിന്നെ ലാസ്റ്റ് വരുന്ന 2 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളാണ്. കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജറൽ ഡിസിഷൻസ്. ദെൻ ഫൈനലി ടാക്സ് പ്ലാനിങ് അണ്ടർ വാരിയസ് സർക്കംസ്റ്റാൻസസ്. ഇങ്ങനെ നമുക്ക് 7 ചാപ്റ്ററുകളായിട്ട് 5 മൊഡ്യൂളുകളെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയാസ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 5 ടോപ്പിക്സ് ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. നേരെ മറിച്ച് ലാസ്റ്റത്തെ 2 എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരുപാട് ഏരിയാസ് വരുന്നതാണ് ലാസ്റ്റ് 2. ദെൻ ചങ്ക് അല്ലെങ്കിൽ ഷുവറായിട്ട് 3 പാർട്ടിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്ന മൊഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ നമ്പർ 5 ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമുക്ക് പറയാൻ സാധിക്കും. SI കമ്പൽസറി ആണ്. അതുപോലെ തന്നെ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളൊക്കെ എന്തായാലും വരുന്നതാണ് ചാപ്റ്റർ നമ്പർ 5. അതുപോലെ തന്നെ ചാപ്റ്റർ നമ്പർ 6 നിന്നും തിയറി, ഈ പറയുന്ന 6 നിന്നും 7 നിന്നും ഏതെങ്കിലും ഒരെണ്ണം വരുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ചാപ്റ്റർ നമ്പർ 1 നിന്നും ഒരു പ്രോബ്ലം essay ആയിട്ട് വന്നാൽ. 4 essayയിൽ മിക്കതും ചിലപ്പോൾ 3 പ്രോബ്ലംസും അല്ലെങ്കിൽ ഒരു തിയറി ഇടാറുണ്ട്, അല്ലെങ്കിൽ 2 പ്രോബ്ലം 2 തിയറിയും അങ്ങനെ വരാറുണ്ട്. ദെൻ പാർട്ട് എയുടെ കേസിലോട്ട് പോകുമ്പോൾ ടോട്ടൽ 7 ചോദ്യങ്ങളിൽ 4 ആൻസർ കൊടുക്കണം, ഒരു ചെറിയ പ്രോബ്ലം, ബാക്കി 6 തിയറി. ദെൻ നെക്സ്റ്റ് പാർട്ടിലോട്ട് പോകുമ്പോൾ 7 ചില സമയത്ത് 4 പ്രോബ്ലംസ്, മിക്കതും 4 പ്രോബ്ലംസ് 3 തിയറി, അങ്ങനെയാണ് വരാറ്. അപ്പോൾ പ്രോബ്ലം പഠിക്കാണ്ട് ഒരു രക്ഷയും ഇല്ല. എന്തായാലും നല്ല രീതിയിൽ പ്രോബ്ലത്തിലോട്ട് ഫോക്കസ് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ SC എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ചാപ്റ്റർ നമ്പർ 5 കമ്പൽസറി ആണ്. പിന്നെ 6 നിന്നും 7 നിന്നും ഏതെങ്കിലും ഒരു തിയറി വരാറുണ്ട്. പ്രോബ്ലം SC ആയിട്ട് പിന്നെ ചാപ്റ്റർ നമ്പർ 1 നിന്നും കണ്ടുവരാറുണ്ട്. ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതാണ് ചാപ്റ്റർ നമ്പർ 5. നേരെ മറിച്ച് ചാപ്റ്റർ നമ്പർ 2, 3, 4 ഒക്കെ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ കൂടുതൽ വരുന്ന ചാപ്റ്റേഴ്സാണ്, ടോപ്പിക്സാണ്. ഓക്കെ, 6, 7 വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന 3 വെയിറ്റേജ്, ചിലപ്പോൾ ഈ 6 നിന്നൊക്കെ 3 പാർട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ബട്ട് ഡിഫിക്കൽട്ടാണ് 6 ഉം 7. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചാപ്റ്റർ നമ്പർ 1 വെച്ചിട്ട്. അസസ്മെൻറ്റ് ഓഫ് ഫേം, ഫേമിൻ്റെ അസസ്മെൻ്റ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് essay കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി, അങ്ങനത്തെ ഒരു ചോദ്യമാണ് വരെ. അപ്പോൾ SAക്ക് ഒരെണ്ണം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അത് തന്നെ 3 വെയിറ്റേജ് ചോദ്യമായിട്ടും വരാം. ഓക്കെ, അതൊരെണ്ണം. പിന്നെ നമുക്ക് തിയറി ആയിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് കണ്ടീഷൻസ്, പാർട്ണർഷിപ്പ് ഫേം ആൻഡ് അസസ്മെൻറ്റ് 184 സെക്ഷൻ പ്രകാരം എന്തൊക്കെയാണ് എന്നുള്ളത്. ഈ ഒരു കണ്ടീഷൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഈ 5-6 പോയിൻറ്റ്സ് എന്തെങ്കിലും നോക്കി വയ്ക്കട്ടെ, തിയറി ആയിട്ട് പ്രതീക്ഷിക്കാം.
അത് ഒരു ഏരിയ ആണ്. ദെൻ അതിനുശേഷം നമുക്ക് പിന്നെ ഇതിൽ പ്രോബ്ലം ആണ് കേട്ടോ മെയിനായിട്ട് ഈ ഡിഡക്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. റിമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഇത് നോക്കി വെച്ചോളൂ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ 2 വെയിറ്റേജിൻ്റെയിലേക്ക് ചോദിക്കാം. കാൽക്കുലേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ് എന്താണെന്നുള്ളത് തിയറി ആയിട്ട് ചോദിക്കാം, അപ്പോൾ പ്രസൻറ്റ് ചെയ്യണം. പിന്നെ ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പിന്നെ ഇതിലൊന്നിട്ടാ മെയിനായിട്ട് പ്രോബ്ലം വരുന്നത് എസ്സേക്ക് ഒരു ചോദ്യം, അതല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഫേമിൻ്റെ കമ്പ്യൂട്ടേഷൻ ടാക്സ് ലൈബിലിറ്റി എത്ര എന്നുള്ളൊരു ചോദ്യമാണ് വരാം. 3 വെയിറ്റേജിൻ്റെ ചെറിയൊരു ചോദ്യമായിട്ട് ഈ പറയുന്ന പോലെ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതും വരാറുണ്ട്. ബുക്ക് പ്രോഫിറ്റ് മാത്രം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യവും വരാറുണ്ട്. അത് 3 വെയിറ്റേജ്, എസ്സേക്ക് ഫുൾ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ 184നെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. പിന്നെയുള്ളത് പ്രോബ്ലം തന്നെയാണ്. ഇതിലിപ്പോൾ അഡീഷണൽ പ്രോബ്ലംസ് ആണ് പിന്നെ കാണാൻ സാധിക്കുക. മനസ്സിലായോ? അഡീഷണൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. 3 വെയിറ്റേജിൻ്റെ ചെറിയൊരു ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് 2 വെയിറ്റേജിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്, AMT എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LLPയുടെ തിയറി ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. തിയറിയിൽ മാത്രം AMT വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് കൺസെപ്റ്റ്, ദെൻ അഡീഷണൽ പ്രോബ്ലംസ് ആണ് ഇതിൽ. ഇനി വേറെ ഒന്നും പറയില്ല. എസ്സേക്കൊരു ചോദ്യം ഫുൾ പ്രോബ്ലം വരാം. 3 വെയിറ്റേജിൽ ബുക്ക് പ്രോഫിറ്റ് മാത്രമായിട്ടുള്ളത് വരാം, അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റിയുടെ പ്രോബ്ലം ആയിട്ട് വരാം. അപ്പോൾ അഡീഷണൽ പ്രോബ്ലം ചെയ്യുക. അതനുസരിച്ചിട്ട് കണ്ടോ ഇങ്ങനത്തെ ഒരു ചോദ്യമാണ് വരാം എക്സാമിന്. ഫുൾ പ്രോബ്ലം ബുക്ക് പ്രോഫിറ്റ് കാണുന്നു, ബുക്ക് പ്രോഫിറ്റ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം വെച്ചിട്ട് ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എസ്സേ ചോദിക്കാം. അതല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ടാക്സ് ലയബിലിറ്റി വരെയുള്ള ഒരു ചോദ്യം. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഏറ്റവും എളുപ്പമാണ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു ചോദ്യം കിട്ടും. അഡീഷണൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, ബേസിക് തിയറി ഞാൻ പറഞ്ഞത് നോക്കുക. ഇത് തന്നെയാണ് ഇതിലുള്ളൂ, അതല്ലാണ്ട് നമുക്കിതിൽ വേറെ ഒന്നും പറയാനില്ല കേട്ടോ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 2, ചെറിയ ടോപ്പിക്കാണ്. അസസ്മെൻറ്റ് ഓഫ് AOP അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഇതിൽ നിന്ന് ചിലപ്പോൾ 3 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യമൊക്കെ വന്നാലായി, അങ്ങനെയാണ് കേട്ടോ. അതുപോലെ തന്നെ AOPയിൽ നിന്ന് ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലം അത് വരാറുണ്ട്. 3 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യം, അതിനെയാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, AOPയുടെ കാൽക്കുലേഷൻ പ്രോബ്ലം ഒരെണ്ണം ഇതാ നോക്കി വയ്ക്കുക. പിന്നെ AOP എന്താണെന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. ഇതേപോലത്തെ ഒരു ചോദ്യം വരും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത് വിട്ടിട്ടൊന്നും ഇനി പറയാനൊന്നുമില്ല. ഒരു പ്രോബ്ലം വരുമ്പോൾ ചെയ്യുക 3 വെയിറ്റേജിൻ്റെയിലേക്ക് ഒരു കുഞ്ഞു പ്രോബ്ലം. അഡീഷണൽ പ്രോബ്ലംസ് നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഒരു 3-4 ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടൈപ്പും കാര്യങ്ങളും കിട്ടും. അതല്ലാണ്ട് ഇതിൽ നിന്ന് വേറെ അഡീഷണൽ തിയറിയോ വേറെ ഒന്നുമില്ല പറയാൻ കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, അസസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 2 ടൈപ്പ് ചോദ്യങ്ങളാണ്, ATPയുടെ തിയറിയും അതല്ലെങ്കിൽ ഒരു പ്രോബ്ലം. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80P. ഇതൊരു തിയറി 3 വെയിറ്റേജിൻ്റെ തന്നെ, ഒന്നെങ്കിൽ അതല്ലെങ്കിൽ ATP, അതല്ലെങ്കിൽ ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ ഒന്നെങ്കിൽ പ്രോബ്ലം അല്ലെങ്കിൽ ATP, ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് കണ്ടുവരാറ്. കണ്ടോ ഈ പ്രോബ്ലം, അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളും പഠിക്കുക ചെയ്യുക. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു 3 വെയിറ്റേജിൻ്റെ ചോദ്യം. തിയറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. ഇതിൽ നിന്ന് അത്ര തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടോ, അതല്ലാണ്ടൊന്നും കണ്ടുവന്നിട്ടില്ല കേട്ടോ. അത്രയ്ക്കുള്ള സ്കോപ്പുള്ള ഞാൻ പറഞ്ഞില്ലേ, 2, 3, 4 എന്ന് പറയുന്നത് കുഞ്ഞ് ചാപ്റ്റേഴ്സാണ്. 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. ചാപ്റ്റർ നമ്പർ 1 ആണെങ്കിൽ അതിൽ നിന്ന് 3 പാർട്ടിലത്തെ ചോദ്യങ്ങളും കാണാറുണ്ട്. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 4, അഗെയിൻ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. അതിൽ ട്രസ്റ്റ് എന്താണെന്നുണ്ട്, ഈ ടൈമുകൾ നോക്കാം ട്രസ്റ്റിൻ്റെ. അതിനുശേഷം ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രസ്റ്റിലെ ഏതെങ്കിലും ടൈമുകളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്. പ്രൈവറ്റ് ട്രസ്റ്റ് എന്താണ്, പബ്ലിക് ട്രസ്റ്റ് എന്താണ്, ഇതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ. പ്രൈവറ്റ് കം പബ്ലിക് ട്രസ്റ്റ്, ഇതിൻ്റെ തിയറി
2 വെയിറ്റേജിൻ്റെ ചോദിക്കാറുണ്ട്. പിന്നെ ഈ ട്രസ്റ്റിനെ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലം, ട്രസ്റ്റിൻ്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു പ്രോബ്ലമാണ് പിന്നെ വരാറ്. 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം. ഒന്നുകിലൊരു പ്രോബ്ലം എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് 4 പ്രോബ്ലത്തിൽ ഒരെണ്ണം ട്രസ്റ്റിൽ നിന്ന് വരാറുണ്ട്, AOPയിൽ നിന്ന് വരാറുണ്ട്. ഇതിൽ നിന്ന് ഇടാൻ സാധ്യത. ഇതല്ലാണ്ട് നമുക്ക് വേറെ ടോപ്പിക്കുകളൊന്നും ഇല്ല. അപ്പോൾ ട്രസ്റ്റിൽ നിന്ന് നമ്മൾ എന്തായാലും ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. തിയറി ഏതെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രസ്റ്റിലത്തെ ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് തിയറി 2 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇതിലത്തെ അഡീഷണൽ പ്രോബ്ലംസ് നോക്കാം. തിയറി ഒരുപാടുണ്ട്, ബട്ട് ബേസിക് തിയറി എന്തായെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ചോദിക്കാറുള്ളൂ. അത് വിട്ടിട്ടൊരു ചോദ്യം കണ്ടുവന്നിട്ടില്ല. ഓക്കെ, സോ ഇതിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇനി അഡീഷണൽ പ്രോബ്ലംസ് കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഇത് കുറേ തിയറി ഉണ്ട്, ബട്ട് അതൊന്നും വെറുതെ നോക്കി നേരം കളഞ്ഞിട്ട് കാര്യമില്ല. കോറായിട്ടുള്ള അറിയേണ്ട കാര്യങ്ങൾ അത് പഠിക്കുക, ബേസിക് തിയറി. പിന്നെ ഈ അഡീഷണൽ പ്രോബ്ലംസിലോട്ടാണ് പോകേണ്ടത്. ഈ പ്രോബ്ലംസിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ പറഞ്ഞു 3 വെയിറ്റേജ് പ്രോബ്ലം ആയിട്ട് വരും. അത്രയേ ഉള്ളൂ. ആദ്യത്തെ ബേസിക് തിയറിയും പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും. പിന്നെ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൺസെപ്ച്വൽ തിയറി അറിയണം. ഇപ്പം നമ്മളൊക്കെ പഠിപ്പിക്കുമ്പോൾ നേരെ അത് കുട്ടികളോട്ട് എത്തിക്കുന്നു, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നു, മിനിറ്റ് വെച്ചിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുക. അത്രയാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ചാപ്റ്റർ നമ്പർ 4. ഇനിയാണ് നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 5, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, അസസ്മെൻറ്റ് ഓഫ് കമ്പനി. 3 പാർട്ടിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. 3 പാർട്ടിൽ 2 വെയിറ്റേജ് ചോദ്യം, 3 വെയിറ്റേജ് ഉണ്ടായിരിക്കും. പിന്നെ എസ് എ കമ്പൽസറി ആണ്, അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ്. അപ്പോൾ കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അസസ്മെൻറ്റ് ഓഫ് കമ്പനീസിൽ പലതരത്തിലുള്ള കമ്പനീസിൽ ഏതെങ്കിലും ഒരു കമ്പനീനെ പറ്റിയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്, നോക്കി വയ്ക്കണം. ഇന്ത്യൻ കമ്പനി, ഡൊമസ്റ്റിക് കമ്പനി, ഇതിലേതെങ്കിലും ഒരെണ്ണം തിയറിക്ക് എടുത്ത് ചോദിക്കാം. ഡൊമസ്റ്റിക് കമ്പനി എന്താണ്, ഓക്കെ, ഫോറിൻ കമ്പനി എന്താണ്, അപ്പോൾ അതൊന്ന് നോക്കുക. 2 വെയിറ്റേജ് തിയറി. പിന്നെ ഞാൻ പറഞ്ഞു ഇതിലിനി പ്രോബ്ലത്തിലോട്ടാണ് നമ്മൾ നേരെ കിടക്കേണ്ടത്. പ്രോബ്ലത്തിലോട്ട് കിടക്കുമ്പോൾ ടാക്സ് ലയബിലിറ്റി, ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ച് ടാക്സ് ലയബിലിറ്റി കമ്പനിയുടെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു പ്രോബ്ലം. ഓക്കെ, അതിലോട്ട് പോകണമെങ്കിൽ ഡിഡക്ഷൻസിൻ്റെ അതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ആദ്യം വരുന്നുണ്ട്. പിന്നെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനും ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ടേഷനുമാണ് ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത്. പിന്നെ 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലം ആയിട്ട് വരുന്നത് ടോണേജ് ടാക്സേഷനാണ്. ഓക്കെ, അത് കമ്പൽസറി ആയിട്ട് പലപ്പോഴും വരാറുണ്ട്. ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. ഇതിൽ ഇനി പ്രോബ്ലമാണ് കണ്ടോ, കമ്പ്യൂട്ടേഷൻ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി പിന്നെ ഫുൾ പ്രോബ്ലമാണ് കേട്ടോ, കമ്പനിയുടെ ഫുൾ പ്രോബ്ലംസ് നോക്കലാണ്. ലിമിറ്റഡ് കമ്പനീസിൻ്റെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആദ്യം. ഓക്കെ, ഇതാ അസസ്മെൻറ്റ് ഓഫ് കമ്പനി. അപ്പോൾ അതിലോട്ട് പോണേക്കാൾ മുമ്പുള്ള ബേസിക് തിയറി നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. 115 BA. ഈ ബേസിക് തിയറികൾ, റേറ്റുകൾ നോക്കാം. മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്തായാലും മനസ്സിലാക്കി വയ്ക്കണം. തിയറി വരാം, മാറ്റ്, മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ്. പിന്നെ ബുക്ക് പ്രോഫിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട് തിയറി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കി വയ്ക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ അറിയണം. തിയറിയും ചോദിക്കാറുണ്ട്, അതങ്ങനെ. പിന്നെ അഡീഷണൽ പ്രോബ്ലംസാണ്. ഇനി മെയിൻ പ്രോബ്ലംസാണ് താഴെ നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. ആദ്യം ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലം, മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ്, അതിനുശേഷം മെയിൻ പ്രോബ്ലംസ് ഏറ്റവും അടിയിൽ കാണാം, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ. ഓക്കെ, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്താണ്, 2 വെയിറ്റേജ് ചോദ്യം. DDT വരാറുള്ളതാണ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ്. ഇപ്പോൾ താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണൽ പ്രോബ്ലംസ് ആണ്. അതിൽ ലാസ്റ്റ് ഏരിയയിലാണ് പിന്നെ ടോണേജ് ടാക്സേഷൻ വരാതെ 3 വെയിറ്റേജിൻ്റെ ഉള്ള ചോദ്യമാണ്. കണ്ടോ, അവിടെ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, ടാക്സ് ലയബിലിറ്റി, മാറ്റ്. അപ്പോൾ അതിൻ്റെ അഡീഷണൽ പ്രോബ്ലംസ് ആണ്. ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ചോദ്യങ്ങളാണ് നമുക്ക് താഴെ കാണാൻ സാധിക്കുക കേട്ടോ. പരമാവധി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, അതനുസരിച്ച് നമുക്ക് കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ കണ്ടോ, ലിമിറ്റഡ് കമ്പനിയുടെ ടോട്ടൽ ഇൻകം കാണാം, അതിനുശേഷം ടാക്സ് ലയബിലിറ്റി കാണാം. ഇങ്ങനത്തെ ഒരു ചോദ്യം തന്നെയാണ് വരാറ്. ചില സമയത്ത് 3 വെയിറ്റേജിൽ ടോണേജ് ടാക്സേഷൻ്റെ കൂടെ തന്നെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചോദ്യങ്ങൾ കമ്പനിയുടെ വരാറുണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ.
അപ്പോൾ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും ഫുൾ പ്രോബ്ലം പഠിച്ചു വയ്ക്കുക കേട്ടോ. ദാറ്റ്സ് അബൌട്ട് കമ്പനിയുടെ ഫുൾ പ്രോബ്ലത്തിനെ പറ്റിയിട്ട് പറയാനുള്ള. ഇനി നമുക്ക് ലാസ്റ്റ് ഏരിയയിലോട്ട് കിടക്കാം. ലാസ്റ്റ് ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ടോണേജ് ടാക്സേഷനെ പറ്റിയിട്ടാണ് ഉള്ള. 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മളതിൽ പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ അഡീഷണൽ പ്രോബ്ലംസ് ആട്ടോ, നോക്കി പോവുക. ബുക്ക് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് ചെറിയ പ്രോബ്ലംസ് ചിലപ്പോൾ ചെറുത് വരാറുണ്ട്, ചിലപ്പോൾ അങ്ങനെ 115 GB. ഓക്കെ, ലാസ്റ്റ് ഏരിയയിലോട്ട് പോവാൻ നമുക്ക്. ഓക്കെ, ഇതൊക്കെ അഡീഷണൽ പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്യുക. DDT ഞാൻ നേരത്തെ പറഞ്ഞു, നോക്കി വയ്ക്കുക. ഇതാണ് സംഭവം. സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇൻകം ഓഫ് ഷിപ്പിംഗ് കമ്പനീസ്. ഷിപ്പിംഗ് കമ്പനീസിൻ്റെ ഒരു ടോണേജ് ടാക്സ് എന്താണ്, തിയറി നോക്കണം. ഇതിൽ നിന്ന് ചിലപ്പോൾ തിയറി ചോദിക്കാം. ദ ടോണേജ് ടാക്സ് സ്കീം നിർബന്ധമായും പഠിക്കുക. തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ്. ഈ ഒരു ടൈപ്പ് ചോദ്യം നമുക്ക് തിയറി ആയിട്ടും അതിൻ്റെ പ്രോബ്ലം ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന 3 വെയിറ്റേജ് ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട്. ഇതിൻ്റെ അവസാനം അതിൻ്റെ കുറച്ച് അഡീഷണൽ തിയറീസും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ടോണേജ് ടാക്സേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ തിയറിയും പ്രോബ്ലം നോക്കുക. ആദ്യത്തെ ഏരിയയിൽ വരുമ്പോൾ കമ്പനിയുടെ ബേസിക് തിയറി നോക്കുക, മാറ്റ് നോക്കുക, ഫുൾ പ്രോബ്ലം പഠിക്കുക. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനും ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം എസ്സേക്കും സെപ്പറേറ്റ് 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ്. 3 പാർട്ടിലും ചോദ്യങ്ങൾ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. മൂവിങ് ടു ചാപ്റ്റർ. അപ്പോൾ ഈ 5 കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ കംഫർട്ടബിൾ ചാപ്റ്റേഴ്സ്. ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് വലിയ ചാപ്റ്റേഴ്സാണ്, ഡിഫിക്കൽട്ടാണ്. ഒരുപാട് തിയറി ഉണ്ട്, കുഞ്ഞു പ്രോബ്ലംസും ഉണ്ട്. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജറിയൽ ഡിസിഷൻസിൽ ഒരുപാട് തിയറി ചോദ്യങ്ങളുണ്ട്. ടാക്സ് പ്ലാനിങ് ഇതിൽ നിന്ന് തിയറി ആയിട്ട് ഒരു എസ്സേ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ടാക്സ് പ്ലാനിങ് റിലേറ്റിംഗ് ടു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഏരിയയുടെ ടാക്സ് പ്ലാനിങ് എടുത്തിട്ട് ചോദിക്കാം. ഇപ്പോൾ ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് മേക്ക് ഓർ ബൈ, അത് തന്നെ ചിലപ്പോൾ 3 വെയിറ്റേജിൻ്റെ നമുക്ക് എടുത്ത് സെപ്പറേറ്റും ചോദിക്കാം. മേക്ക് ഓർ ബൈ, ന്യൂ യൂണിറ്റിൻ്റെ മേക്ക് ഓർ ബൈയുടെ ഒരു തിയറി. ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് തിയറിയും പ്രോബ്ലംസ് ആണ്. കൂടുതൽ ഇതിൽ നിന്ന് തിയറിയാണ് നമ്മൾ കണ്ടുവരുന്നത് കണ്ടോ. പിന്നെ അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ്. ദെൻ ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് ഓൺ ഓർ ലീസ് വേണോ, അത് മറ്റൊരു ടോപ്പിക്ക് കണ്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ ടോപ്പിക്ക് സെപ്പറേറ്റ് അതിൻ്റെ തിയറി നോക്കി വയ്ക്കുക. ആ തിയറി 3 വെയിറ്റേജിൻ്റെയിലേക്ക് എടുത്ത് ചോദിക്കുന്നതാണ്. ടാക്സ് പ്ലാനിങ്, മേക്ക് ഓർ ബൈ, ലീസിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്, അത് ചിലപ്പോൾ മാത്രം ചോദിക്കുന്നതാണ്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതിൻ്റെ തിയറി നോക്കുക, തിയറി എടുത്ത് ചോദിക്കാം 3 വെയിറ്റേജിൻ്റെയിലേക്ക്. റെൻ്റ് ഓർ ലീസ്. ദെൻ പിന്നെ വരുന്നത്, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. എസ്സേക്ക് ചിലപ്പോൾ മാത്രമാണ് കണ്ടുവരാറ്. ദെൻ റിപ്പയർ ഓർ റീപ്ലേസ്, അപ്പോൾ 3ാമത്തെ തിയറി. അപ്പോൾ ഈ 3 തിയറീസ് നോക്കണം, കാരണം ഇത് 2 വെയിറ്റേജിൻ്റെയിലേക്കും 3 വെയിറ്റേജിൻ്റെയിലേക്കും എന്താണെന്ന് മാത്രം എടുത്ത് ചോദിക്കും. അപ്പോൾ വാരി പഠിക്കാണ്ട് അതിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് നോക്കാം. റിപ്പയർ ഓർ റീപ്ലേസ്മെൻറ്റ്, ടാക്സ് പ്ലാനിങ് കണ്ടോ. അപ്പോൾ ടാക്സ് പ്ലാനിങ്, ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ ഡിസിഷൻ, ഓരോന്നിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടാക്സ് പ്ലാനിങ് ആണ്. അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് ഒരു പാരഗ്രാഫായിട്ട് മാത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർ ഇതൊന്നും അങ്ങനെ അല്ലാണ്ട് കണ്ടുവന്നിട്ടില്ല. ഇനി ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ്റെ കൺസെപ്റ്റ് നോക്കി വയ്ക്കണം. പിന്നെ ലാസ്റ്റ് ഏരിയയിൽ ഈ പ്രോബ്ലംസ് എക്സ്പാൻഡ് ഇതൊന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല. IAB നോക്കാം. അമാൽഗമേഷൻ എന്താണ്? 2 വെയിറ്റേജിലേക്ക് തിയറി വന്നിട്ടുണ്ട്, റിപ്പീറ്റായിട്ട് വരാറുള്ളതാണ്. ഡീമർജർ എന്താണ്? 2 വെയിറ്റേജ് തിയറി നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. ഇതൊക്കെ 2 വെയിറ്റേജിലേക്ക് മാത്രമായിട്ട് നോക്കി വയ്ക്കേണ്ടതാണ്. ഇനി ഇതിൽ പിന്നെ കണ്ടുവന്നിട്ടുള്ള ടോപ്പിക്കുകൾ അമാൽഗമേഷനും ഡീമർജറും റിപ്പീറ്റാണ് കേട്ടോ, പലപ്പോഴും കാണാറുള്ളതാണ്. ഇനി പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ഇതൊന്നും അങ്ങനെ
റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടില്ല. ഡീമർജർ ഞാൻ പറഞ്ഞു നോക്കണം എന്ന് എന്തായാലും പ്രതീക്ഷിക്കാം. ഡീമർജർ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി, അതുപോലെ തന്നെ അമാൽഗമേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി. അപ്പോൾ ഇതൊക്കെ വലിച്ചു വാരിയിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നൊക്കെ പിന്നെ ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ തിയറി നോക്കണം. ഇതിൽ നിന്ന് ഈ തിയറിയിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണമാണ് വരാറ്. ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. മാറിയിടും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എസ് ഇട്ട് തിയറിക്ക്, ടാക്സ് പ്ലാനിങ്ങിന് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഒരെണ്ണം എസ് എക്ക് കമ്പൽസറി ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക്. ഇതിപ്പോൾ ഇതിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ട്. ഇന്ന് തിയറിയാണ് ഞാൻ പറഞ്ഞു കൂടുതൽ വരുന്നത്. 4 എസ്സേയിൽ ഒരു തിയറി വരുന്നത് മിക്കതും ഇതാണ്. ഡിവിഡൻഡ് പോളിസി ആൻഡ് ടാക്സ് പ്ലാനിങ് അങ്ങനെ റിപ്പീറ്റ് അല്ല. പിന്നെ ഇനി ഡിവിഡൻഡിൻ്റെ ജസ്റ്റ് നോക്കി പോവാം. ദെൻ ടാക്സ് പ്ലാനിങ് ഇഷ്യൂ ഷെയർസ്, ബോണസ് ഷെയർസ് ഉണ്ട്. അതിനുശേഷം ബോണസ് ഷെയർസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തിയറി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കേണ്ടത്, ഇതിൻ്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊന്ന് പറയാം. ബോണസ് ആണ് ഉള്ള. ഓക്കെ, ഇനി അതിൽ അഡീഷണൽ 1-2 പ്രോബ്ലംസ് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇത് പഠിക്കേണ്ട രീതി, ഇതിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എന്താ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ടാക്സ് പ്ലാനിങ്ങിൻ്റെ തിയറിയാണ് പലപ്പോഴും കാണാറ്. അപ്പോൾ ഓരോ ഏരിയനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു ഇപ്പോൾ മേക്ക് ഓർ ബൈ, അതിനുശേഷം ലീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ബോണസ് ഇഷ്യൂ, അങ്ങനെ ഓരോന്നിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് മാത്രം എടുത്ത് പിക്ക് ചെയ്ത് പഠിക്കുക. അമാൽഗമേഷൻ എന്താണ്, ഡീമർജർ എന്താണ്, അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് 2 വെയിറ്റേജ്, ഒരു എസ്സേ, ചിലപ്പോൾ 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം, ഒരു തിയറി, ഇങ്ങനെയാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഇത് പഠിക്കുക, ഈ ഒരു ചാപ്റ്ററിലോട്ട് കൊടുക്കുക. അതല്ലാണ്ട് വരിച്ചു വാരി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അടുത്ത കാലത്ത് കഴിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതി. ടോട്ടൽ 7 ചോദ്യങ്ങൾ പാർട്ട് ബിയിൽ വരുന്നതിൽ 4 പ്രോബ്ലംസ്, 3 തിയറിയാണ്. 4 പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഒരെണ്ണം കമ്പനിയിൽ നിന്ന് വരും, ടോണേജ് വരാം, അസസ്മെൻറ്റ് ഓഫ് ഫേം വരാം, ട്രസ്റ്റ് ഒരെണ്ണം വരാം, അതുപോലെ തന്നെ ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ AOP. ഇങ്ങനെ ഒരു 3-4 ചോദ്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇതിൽ നിന്ന് തിയറിയാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ. ഓക്കെ, പ്രോബ്ലം ഇടുന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള വരാം. അപ്പോൾ അതിലും ബെറ്റർ അപ്പുറത്ത് വേറെ ഓപ്ഷൻസിലോട്ട് പോയിക്കൂടെ. അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യാം കേട്ടോ. മൂവിങ് ടു ലാസ്റ്റ് ചാപ്റ്റർ, ടാക്സ് പ്ലാനിങ് അണ്ടർ വാരിയസ് സർക്കംസ്റ്റാൻസസ്. അഗെയിൻ കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഏരിയ, ഒരുപാട് തിയറി ഉണ്ട്. ഇതിൽ നിന്നും തിയറി ആയിട്ട് ഒരു ചോദ്യം, ഏരിയസ് ഓഫ് ടാക്സ് പ്ലാനിങ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. കണ്ടോ, ഇത് തിയറി ആയിട്ടുള്ളതാണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ സ്പെഷ്യൽ ഇക്കണോമിക് സോണിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. ലൊക്കേഷൻ ഓഫ് ബിസിനസ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെസ്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, ഇതിൻ്റെ തിയറിയാണ് നോക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ തിയറി എഴുതാനായിട്ടും ബെറ്റർ അപ്പുറത്ത് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഈ 10AA എടുത്ത് ചോദിക്കാറുണ്ട്. ഇൻകം ഫ്രം ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ തിയറി സെപ്പറേറ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിർബന്ധമായും പഠിക്കണം. ഓക്കെ, നേച്ചർ ഓഫ് ബിസിനസ് അടുത്തത്. അപ്പോൾ ഈ ഓരോ പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്താണ് ടാക്സ് പ്ലാനിങ്, ഇതാണ് മറ്റൊരു എസ്സേ ചോദ്യം, ഇതിൻ്റെ തിയറി. അപ്പോൾ ഈ തിയറി എഴുതാനായിട്ടും ബെറ്റർ പ്രോബ്ലം പഠിക്കുക. ഓക്കെ, 44 AD നോക്കി വയ്ക്കണം. ഇതിൽ നിന്ന് ഏതെങ്കിലും പ്രോബ്ലം വന്നാൽ അത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. എന്നാലും പ്രോബ്ലംസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിലുള്ള ഈ ഒരു ടൈപ്പ് ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഒരു പ്രോബ്ലം ചിലപ്പോൾ ഇതിൽ നിന്നിടാം, കുറച്ച് ഡിഫിക്കൽട്ടാണ് വരാണെങ്കിൽ. അപ്പുറത്തെ ഓപ്ഷൻ വേറെ ചാപ്റ്റേഴ്സിൽ നിന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് ഫോക്കസ് ചെയ്തിരിക്കും നല്ലത്. ഫോർ എക്സാമ്പിൾ കമ്പനി, ഫേം, അതിലത്തെ ഓപ്റ്റ് ചെയ്യായിരിക്കും നല്ലത്. ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. സോ ഇനി അടിയിൽ തിയറി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ടാക്സ് പ്ലാനിങ് റിലേറ്റിംഗ് ടു ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ സെപ്പറേറ്റ് എടുത്ത് നോക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നേച്ചർ ഓഫ് ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള തിയറി ഉണ്ട്, അത് നോക്കുക. അതല്ലാണ്ട് ഈ വലിച്ചു വാരി ഇങ്ങനെയൊക്കെ എടുക്കുന്നത് നോക്കി നേരം കളയാൻ കഴിയില്ല. ഓക്കെ,
ഇതിൽ ചില ഏരിയാസിലത്തെ പ്രോബ്ലംസ് പിന്നെ കണ്ടോ ഈ ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് അസസി എൻഗേജ് ഇൻ സർട്ടൺ ബിസിനസ് ചിലപ്പോൾ മാത്രമൊക്കെയാണ് കേട്ടോ വരാറ്. അതാണ് നെക്സ്റ്റ് വരുന്നത് ടീ ബോർഡ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇനി ഇതിലത്തെ ഞാൻ പറഞ്ഞില്ലേ ആ തിയറീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, സെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിൽ ഒരു പ്രോബ്ലം ഇതിൽ നിന്ന് ഇടുന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് വരിക. കുറച്ച് ഡിഫിക്കൽട്ടാണ്. നിങ്ങൾക്ക് വേറെ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിലോട്ട് പോവുക. ടാക്സ് പ്ലാനിങ് ഫോർ ഷിപ്പിംഗ് ബിസിനസ്, ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, കുറച്ച് ഓരോ ഫോമിനെ പറ്റിയിട്ടുള്ള സെപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് ആണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. ടാക്സ് പ്ലാനിങ് ഇൻ റിലേഷൻ ടു ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ട്, HUF ഉണ്ട്. ഓക്കെ, അതാണ് ഇനി ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഏരിയയിൽ മെയിനായിട്ടുള്ള ഓരോന്നിനെ പറ്റിയിട്ടുള്ള ടാക്സ് പ്ലാനിങ്. ഇപ്പോൾ ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള essay കമ്പൽസറി ആണ്. അത് ഈ ചാപ്റ്ററിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇതിനായിട്ട് മുമ്പ് നമ്മൾ കണ്ട ചാപ്റ്ററിൽ നിന്നാവാം. ഇത് 5 ഫോമില്ലേ, 5 ഫോമിനെ റിലേറ്റ് ചെയ്തുള്ള ടാക്സ് പ്ലാനിങ് ആണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്. ഓൾട്ടർനേറ്റീവ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ, കമ്പനിയുടെ ടാക്സ് പ്ലാനിങ്. ഓക്കെ, സോ ഇതിനെയാണ് ഇതിലുള്ള മെയിനായിട്ട്. അപ്പോൾ ഏറ്റവും ലെങ്തിയസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു ഓരോ സ്ഥാപനത്തിനെ പറ്റിയിട്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ടാക്സ് പ്ലാനിങ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയാവും ചോദിക്കുക. റിലേറ്റഡ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കമ്പനി, HUF പറഞ്ഞു. അങ്ങനെ ഓരോന്നിനെ പറ്റിയിട്ടുള്ള ടാക്സ് പ്ലാനിങ്. ഈ ലാസ്റ്റ് ഏരിയയിൽ കണ്ടോ, ഇതാണ് പ്രോബ്ലം ചിലപ്പോൾ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടെങ്കിൽ. ഓക്കെ, ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഞാൻ പറഞ്ഞ ഓപ്ഷൻസിലോട്ട് കിടക്കാം. അപ്പുറത്ത് നല്ലതുണ്ടെങ്കിൽ അതിലോട്ട് പോയിരിക്കും നല്ലത്. ഈ ലാസ്റ്റ് ഏരിയയിൽ കാണുന്ന ചോദ്യങ്ങളാണ് പിന്നെ ഇതിൽ പ്രോബ്ലംസിൻ്റെ ഏരിയയിൽ വരുന്നത്. നോക്കി പോവാം. പലപ്പോഴും ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഏരിയാസിലോട്ട് പോയിരിക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള സജഷൻ. അഡീഷണൽ പ്രോബ്ലംസ് ആണ് കേട്ടോ ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിലും തിയറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലാസ്റ്റ് ഏരിയയിൽ വരുന്ന ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഇല്ലേ, ഇതാണ് പിന്നെ വേണമെങ്കിൽ 4 essayയിൽ ഒരു പ്രോബ്ലമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഈ ലാസ്റ്റ് ഏരിയയിലത്തെ ഈ അഡീഷണൽ പ്രോബ്ലംസിൽ ഏതെങ്കിലും ഒരെണ്ണം. അതിപ്പോൾ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. വേറെ ഇനിയൊന്നും പറയാനില്ല കേട്ടോ. ഇതൊക്കെ അഡീഷണൽ പ്രോബ്ലംസ് ആണ്. സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിൽ ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കപ്പോൾ ആവശ്യമുള്ള ടൈപ്പ് ചോദ്യങ്ങൾ ടാക്സ് ലയബിലിറ്റി, കമ്പനി, ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലമാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതായിരിക്കും വരാം. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് പറയാനുള്ളത്. ലാസ്റ്റ് ഏരിയ വരെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് സമ്മപ്പ് ചെയ്യാം. ഒക്കെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതിൽ വേറെ ഒന്നും പറയാനില്ല. 35 സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഓൾറെഡി ഞാൻ പറഞ്ഞു. സെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നിർബന്ധമായും നോക്കണം. ടാക്സ് ഹോളിഡേ എന്താണ് തിയറി ഒന്ന് നോക്കി വെച്ചോളൂ. ഇതൊന്നും നോക്കണം കേട്ടോ. ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു ഫ്രീ ട്രേഡ് സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ തിയറി. ATLA ഇത് നോക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തിയറിയാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട അപ്രോച്ച് എന്താ, ഇതിൽ ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു ഓരോ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലൊക്കേഷൻ, ബിസിനസ്, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, ഇതാണ് തിയറി. FM, പിന്നെ ഓരോ ഫോമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണല്ലേ.
അപ്പോൾ ഒന്നുകിൽ ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു ഞാൻ കൂടുതൽ ഫോംസ് ഓഫ് ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയുള്ള ടാക്സ് പ്ലാനിങ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ലൊക്കേഷനെ പറ്റിയിട്ട് പ്രതീക്ഷിക്കാം. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്താണ് ഞാൻ പറഞ്ഞു, ആ തിയറി സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള തിയറി ഏരിയാസ് പിക്ക് ചെയ്ത് പഠിക്കുക. ലാസ്റ്റ് ഏരിയയിൽ ഞാൻ കാണിച്ചിരുന്ന അഡീഷണൽ പ്രോബ്ലംസിൽ ഏതെങ്കിലും ഒരെണ്ണം മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലമാണ് പിന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. 4 എസ്സേയിൽ ചിലപ്പോൾ 3 പ്രോബ്ലം ഒരു തിയറിയാണ് വരുന്നതെങ്കിൽ ഒരു തിയറി ചിലപ്പോൾ ഇടാം കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്നോ ടാക്സ് പ്ലാനിങ്ങിന് റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ കമ്പനിയിൽ നിന്നൊരു എസ്സേ പ്രോബ്ലം, രണ്ടാമത് ഫേമിൽ നിന്ന് വരണം. അഡീഷണൽ ഒരു ചോദ്യം കൂടി പ്രോബ്ലം ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇടാം, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ ഓപ്ഷൻസ് ചാപ്റ്റർ നമ്പർ 5 നിന്ന് കമ്പനിയും ഫേമും കയ്യിലുണ്ടെങ്കിൽ അവിടെ നമുക്ക് കോൺഫിഡൻസ് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് 7 ചാപ്റ്റേഴ്സ് 5 മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടിയും പറയാം, ഇതിൽ ചാപ്റ്റർ നമ്പർ 2, 3, 4 എന്ന് പറയുന്നത് ചെറിയ ചാപ്റ്റേഴ്സാണ്. 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് മെയിനായിട്ട് അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ചാപ്റ്റർ നമ്പർ 1ഉം 5ഉം 3 പാർട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സാണ് ഏറ്റവും നല്ല ചാപ്റ്റേഴ്സ്. ചാപ്റ്റർ നമ്പർ 6ഉം 7ഉം ഡിഫിക്കൽട്ടാണ്. തിയറി ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് അതിലുള്ള പല ചോദ്യങ്ങളും റിപ്പീറ്റ് ആയിട്ട് വരും. പ്രോബ്ലം ചാപ്റ്റർ നമ്പർ 7ൽ ഡിഫിക്കൽട്ടായിട്ടുള്ളവർ ഞാൻ പ്രതീക്ഷിക്കുന്നു. തിയറി 3 പാർട്ടിലും 6ൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, 7ൽ നിന്നും തിയറി പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് ഡിഫിക്കൽട്ട് ആണെങ്കിലും ഇതിലത്തെ തിയറീസ് ഞാൻ പറഞ്ഞ് പിക്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. വരി പഠിക്കാണ്ട് പറഞ്ഞ കാര്യങ്ങൾ പിക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതാണ് ഇൻകം ടാക്സ് പാർട്ട് 2നെ പറ്റി പറയാനുള്ള സ്ട്രക്ചർ. ഞാൻ പറഞ്ഞു, ആദ്യത്തെ പാർട്ടിൽ 7 ചോദ്യങ്ങൾ വരുന്നു, അതിലൊരു പ്രോബ്ലം, ബാക്കി 6 തിയറി. പാർട്ട് ബിയിൽ 7 ചോദ്യങ്ങളിൽ 4ഓ 5ഓ പ്രോബ്ലം വരാൻ ചിലപ്പോൾ 2 തിയറിയോ അല്ലെങ്കിൽ 3 തിയറിയോ മാത്രമാണ് ഉണ്ടാവുക. പാർട്ട് സിയിലോട്ട് പോകുമ്പോൾ 4 എണ്ണത്തിൽ 3 പ്രോബ്ലംസ് ഒരു തിയറിയാണ് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഇൻകം ടാക്സ് പാർട്ട് 2. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ കോച്ചിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ പേപ്പേഴ്സിൻ്റെയും ക്ലാസ്സസും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.